കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ഉപവാസത്തിന്റെ അവസാന സെഷനിലേക്ക് നാം വന്നിരിക്കുന്നില്ല. തുടർന്ന് അല്പസമയം നമ്മുടെ കർത്താവിന്റെ വചനത്തിന് മുമ്പിലും അതിനുശേഷം തിരുവത്താഴ ശുശ്രൂഷയിലേക്കും പ്രവേശിക്കുകയാണല്ലോ. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മളൊരു വലിയ വിഷയം ചിന്തിച്ചു വരികയാണ്. അത് കൂട്ടായ്മ, ഫെലോഷിപ്പ്, കൊയിനോനിയ എന്നുള്ളതാണ്. എന്താണ് കൂട്ടായ്മ? ആദ്യം നമ്മൾ ചിന്തിച്ചു പിതാവുമായിട്ടുള്ള കൂട്ടായ്മ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചു കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ എന്നുള്ള വിഷയം നാം ചിന്തിക്കുമ്പോൾ ഇത് ഒരു പ്രാക്ടിക്കലായി നടക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. സ്തോത്രം. ഇത് തിയറി മാത്രം കേട്ട് പോയിന്റ് മനസ്സിലാക്കുന്ന ഒരു സമയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതാണ്. അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ നിറവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇറങ്ങി വരണം. ഇതൊരു പ്രാക്ടിക്കൽ ശുശ്രൂഷ കൂടെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ താഴ്മയോടെ ഓർപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 2 Corinthians chapter 13 verse 14. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒന്ന് ചേർന്ന് നമ്മളെ വാക്യം ഒന്നിച്ച് വായിക്കാൻ പോവാണ്. ഒന്ന് ചേർന്ന് വായിച്ചേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. എന്നിട്ട് ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോട് എല്ലാവരോടും കൂടെ. ആമേൻ. അപ്പൊ സഭയിലുള്ള എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കേണ്ട ഒരു കൊയിനോനിയാണ്, ഒരു ഫെലോഷിപ്പാണ് ഏത്? പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അതായത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയാണ് ദൈവ പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്കും ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്കും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുമായിട്ടുള്ള കൂട്ടായ്മയിലേക്കും എന്നെ കൊണ്ടുപോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധമായിരിക്കുന്ന കൂട്ടായ്മകളിലേക്കും എല്ലാ സ്നേഹത്തിലേക്കും എല്ലാ സഹകരണത്തിലേക്കും എന്നെ കൊണ്ടുപോകുന്നവരാണ് പരിശുദ്ധാത്മാവാണ്. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു വാഹനമാണെന്നിരിക്കട്ടെ, ഞാനെന്ന വ്യക്തി എന്റെ ആത്മീയ ബോഡി ഒരു വാഹനമാണെന്നിരിക്കട്ടെ. ഈ വാഹനം ഓടണമെങ്കിൽ അതിനൊരു ഫ്യൂവൽ വേണ്ടേ? ഫ്യൂവൽ അത് ഡീസലോ അത് പെട്രോളോ എന്തുമായിക്കൊള്ളട്ടെ, ഗ്യാസോ അത് ഇവിയോ ഏത് വാഹനവും ആയിക്കൊള്ളട്ടെ, ഈ വാഹനം ഓടണമെങ്കിൽ ഒരു ഫ്യൂവൽ വേണം അല്ലെ? ഇതുപോലെ നമ്മുടെ ആത്മീയ മനുഷ്യന്റെ എനർജിയാണ് ഹോളി സ്പിരിറ്റ്. ഒന്ന് ചേർന്ന് പറഞ്ഞേ, എന്റെ ആത്മമനുഷ്യന്റെ ഇന്ധനമാണ് പരിശുദ്ധാത്മാവ്. ഇന്ധനമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. യേശു ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യ ക്രിസ്തീയ ജീവിതം എന്ന് തന്നെ പറയാം. സ്തോത്രം. ആ വലിയ തുടക്കത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാരോട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ യെരുശലേം വിട്ട് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് 3.5 വർഷം ഒരു പ്രത്യേക ട്രെയിനിങ്ങിലൂടെ കൊണ്ടുപോയത്. ആദ്യം യേശു പറഞ്ഞു, പഠിപ്പീൻ. എന്താ പറഞ്ഞേ? പഠിക്കണം. എന്താ പഠിക്കണം? ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ എന്നോട് ചേർന്ന് പഠിക്കണം. അപ്പൊ യേശു ആദ്യം എന്ത് പറഞ്ഞു? പഠിക്കാൻ പറഞ്ഞു. കോഴ്സിന്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ യേശുവിന്റെ ട്രെയിനിങ് സെന്ററിലെ ഏറ്റവും അവസാനത്തെ കോഴ്സ് നടന്നത്, ക്ലാസ് നടന്നത് ഗെത്സമന തോട്ടത്തിൽ വെച്ച. അപ്പൊ യേശു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ആദ്യം യേശു എന്ന് പറഞ്ഞു, പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. പഠിക്കണമെന്നല്ല, ആ ബോധ്യങ്ങൾ വേണമെന്നല്ല, പക്ഷേ ആ ബോധ്യങ്ങൾ നിങ്ങളുടെ മേൽ ഫലവത്താകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. തീർന്നില്ല. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. 3 ഘട്ടങ്ങളായിട്ട് യേശു പഠിപ്പിച്ചു. 1 പഠിപ്പീൻ, 2 പ്രാർത്ഥിപ്പീൻ, 3 പ്രാപിപ്പീൻ. 1 പഠിക്കുന്ന നല്ലതാണ്, ശരി, അതിലും ശക്തമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ഒരു പവറാണ് അല്ലെ? പ്രാർത്ഥന ഒരു പവറാണ്. അപ്പോൾ പഠിച്ചത് നമ്മൾ മനസ്സിലാക്കിയത് പ്രായോഗിക ജീവിതത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവങ്ങളെ,
നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥന ആണോ? ഒരു ദിവസം എത്ര മിനിറ്റ് പേഴ്സണലി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും? അതോടെ ഞാൻ പറയണമല്ലോ, സ്തോത്രം. ഒരു 15 മിനിറ്റെങ്കിലും വ്യക്തിപരമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. അങ്ങനെ പേഴ്സണൽ പ്രയർ നമുക്കില്ലെങ്കിൽ നാളെ മുതൽ ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ പേഴ്സണൽ പ്രയറും ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കണം. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ഒരാഴ്ച പ്രാർത്ഥിച്ചു നോക്കേ, ഒരു 15 മിനിറ്റ് വെച്ച് ഒരാഴ്ച പ്രാർത്ഥിച്ചു നോക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭയങ്കരമായിരിക്കും. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയാലും എന്തൊക്കെ പഠിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥനയാണ് അതിന് പഠിക്കുന്നതിനേക്കാൾ നല്ലത്. പഠനം വേണമെന്നല്ല. അടുത്തത് യേശു പറഞ്ഞു, പഠിപ്പീൻ, പ്രാർത്ഥിപ്പീൻ. അവസാനം പറഞ്ഞു പ്രാപിപ്പീൻ. എന്തിനാണ്? പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകും. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. സ്തോത്രം. അപ്പോൾ യേശു 3 ഘട്ടങ്ങളായി തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. 1 പഠിപ്പീൻ, 2 പ്രാർത്ഥിപ്പീൻ, 3 പ്രാപിപ്പീൻ. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ നടക്കാത്തതൊന്നുമില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ വിജയത്തിന്റെയും എല്ലാ നന്മയുടെയും ഉറവിടം എന്താണെന്ന് ചോദിച്ചാൽ, സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഒന്ന് ചേർന്ന് ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയെ കുറിച്ചാണ്. പൗലോസ് കൊരിന്ത്യ സഭയോട് ഇത് പറയുമ്പോൾ സഭയിലുള്ള എല്ലാവരും ആത്മാവുമായിട്ട് ബന്ധമുള്ളവരും ആത്മാവുമായിട്ട് കൂട്ടായ്മയുള്ളവരാകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷിക്കാനും ജീവിക്കാനും വേണ്ടിയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. മുമ്പിൽ കണ്ട ദൈവമക്കളോട് ആദ്യത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ആദ്യത്തെ ചോദ്യം, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നമ്മൾ എന്താ ചോദിക്കുന്നത്? എവിടാ വീട്, എന്തുവാ പേര്? പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങള്. പിന്നെ ഒരു 10 വർഷത്തിനകത്ത് നമ്മുടെ ചോദ്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഷുഗറൊക്കെ എങ്ങനെയുണ്ട്, പ്രഷറൊക്കെ എങ്ങനെയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ദൈവങ്ങളെ, കർത്താവിന് അറിയേണ്ടത് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, ജോലിയുണ്ടോ, വീടുണ്ടോ, ഇതൊന്നുമല്ല. കർത്താവിന് അറിയേണ്ടത് നമ്മുടെ മേൽ ആത്മാവുണ്ടോ എന്നാണ്. പൗലോസിന് അറിയേണ്ടത് ആത്മാവുണ്ടോ എന്നാണ്. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, നിങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങളുടെ വീട് എവിടെയാണെന്ന്? നിങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങളുടെ വീട് എത്ര നിലയാണെന്ന്? താങ്കൾക്ക് അറിയണ്ടേ ഞങ്ങളുടെ കാർ ഏതാണെന്ന്? പൗലോസ് പറഞ്ഞു, താങ്കളുടെ കാർ ഏതാണെന്ന് എനിക്കറിയണ്ട. കാർ ഇല്ലെങ്കിലും സാരമില്ല, പക്ഷെ ആത്മാവ് ഉണ്ടാകണം. ഹല്ലേലൂയ. വീടില്ലെങ്കിലും സാരമില്ല, ആത്മാവ് ഉണ്ടാകണം. ഇനി ശരീരത്തിൽ ആരോഗ്യമില്ലേ, നടക്കാൻ പോലും കഴിയാത്ത നിലയിൽ ബലഹീനമാണോ? സാരമില്ല, പക്ഷെ ആത്മാവ് ഉണ്ടാകണം. ആത്മാവ് ഇറങ്ങിയാൽ ആരോഗ്യം ഉണ്ടാകും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. കാരണം ഞാൻ ഇടയന്റെ പുറകെയാണ്. ഇടയന്റെ പുറകെയാണെന്ന് പറയുമ്പം കാലത്തോട്ട് വായിച്ചു വരുമ്പം അവിടെ ഒരു വാക്യമുണ്ട്, ഞാൻ ഇടയന്റെ പുറകെയാണ്. നന്മയും കരുണയുടെ പുറകെ വരാൻ കാരണം ഞാൻ ഇടയന്റെ പുറകെ ആയതുകൊണ്ട് മാത്രമല്ല, എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദൈവമക്കളെ, ആ വാക്യത്തെ ചേർന്ന് പറഞ്ഞ്, എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദൈവത്തിന്റെ പുറകെ വന്നെങ്കിൽ, ഇടയന്റെ പുറകെ വന്നെങ്കിൽ വെറുതെ പുറകെ നടക്കരുത്. ആ ഇടയനിൽ നിന്നുള്ള അഭിഷേകത്തിന്റെ പകർച്ച ഓരോ വാർഡും ഏറ്റുവാങ്ങണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. യേശു നമ്മുടെ ഇടയനാണ്, അല്ലെ? യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നമ്മളെല്ലാവരും ആരാണ്? യേശു ആരാ? യേശുവിന്റെ പുറകെ പോയ ദൈവങ്ങളെ, അവന്റെ കയ്യിൽ നിന്നുള്ള ആ അഭിഷേകത്തിന്റെ പകർച്ച സ്വീകരിക്കാതിരിക്കരുത്. സ്തോത്രം. അത് എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ താഴത്തോട്ട് വായിച്ചു വരുമ്പോൾ, കൂരിരുൾ താഴ്വരയിൽ
കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്റെ കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ അഭിഷേകം എന്റെ കൂടെ ഇരിക്കുന്നല്ലോ. അടുത്തത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും. ചേർന്ന് പറഞ്ഞേ, ആയുഷ്കാലം ഒക്കെയും. അഭിഷേകം നിന്നെ വഴിക്കിട്ടിട്ട് പോകത്തില്ല. അഭിഷേകം നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. അഭിഷേകമുണ്ടോ ജീവിതത്തിന്റെ അവസാനം വരെ. ഞങ്ങൾ എപ്പോഴും പറയും, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെങ്കിലും വെട്ടിപ്പിടിക്കണമെന്നല്ല. എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഈ അഭിഷേകം ചുമന്ന് ശുശ്രൂഷിച്ച് ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടണമെന്നാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കർത്താവ് പറയുന്നു, ജീവിതത്തിന്റെ അവസാനം വരെ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. കാരണം ആയുഷ്കാലം ഒക്കെയും എന്റെ മേലുണ്ട്, അഭിഷേകമുണ്ട്. അപ്പോൾ ദൈവസഭ ആരിൽ നിന്ന് അഭിഷേകം ഏറ്റുവാങ്ങണം? നാം ആടുകളാണെങ്കിൽ ഇടയനിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പും അഭിഷേകം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റുവാങ്ങണം. ഇന്ന് പകൽക്കാലം ഈ ആരാധന ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം, എന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ജീവിതത്തിൽ എല്ലാം തകർന്ന തരിപ്പണമായാലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങിയാൽ അവന്റെ ജീവിതം ആകം പുറം തിരിയും. എന്റെ ഡ്രസ്സോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു പോയാലാണ് ഞാൻ. പക്ഷേ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നപ്പോഴാണ് എന്റെ ജീവിതത്തിനകത്ത് മാറ്റം സംഭവിച്ചത്. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ഇവിടെ ആയിരിക്കാം. ആത്മ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബൈബിൾ പറയുന്നു, നിങ്ങൾ എല്ലാവരോടും കൂടെ എന്തുണ്ടാകണം? പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടാകണം. ദൈവങ്ങളെ, ഇന്ന് പകലിൽ നാം ദൈവ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം. ദൈവ വചനത്തെക്കാൾ, സ്റ്റേറ്റ്മെന്റ് അത്ര ശരിയാണോ എന്ന് എനിക്കറിയില്ലെങ്കിലും പറയുവാണ്, അതിനേക്കാളോ അല്ലെങ്കിൽ അതിനൊപ്പമോ ഉള്ളൊരു കാര്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവ സാന്നിധ്യമില്ലാതെ ദൈവ ശബ്ദം കേട്ടതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം എങ്ങനെ കേൾക്കണം? എണ്ണ പാത്രത്തിൽ ഒഴിക്കാതെ പാത്രം ചൂടാക്കി കടുകിട്ട എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ നമ്മൾ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. ഇട്ടെങ്കില് അറിയാം. ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോ ദൈവത്തിന്റെ വചനത്തിന്റെ അത്ര തന്നെ പ്രാധാന്യം എന്തിനുണ്ട്? അപ്പൊ സാന്നിധ്യത്തിലാണ് നമ്മൾ എന്ത് കേൾക്കേണ്ടത്? ദൈവ സാന്നിധ്യം ഇല്ലാതെ ദൈവത്തിന് കേട്ടാൽ കുഴപ്പം എന്താണെന്നറിയോ? വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം ആദമിനെ വിളിച്ചു, ആദമേ എവിടെ? ആദം കേട്ടോ? ദൈവശബ്ദം കേട്ടോ? വലിയ ഗുണമുണ്ടായോ? ഞാൻ ദൈവശബ്ദം കേട്ടു. ശരിയാണ്, കേട്ട ദൈവശബ്ദം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായേ? ആദം കേട്ട ദൈവശബ്ദം കൊണ്ട് കാര്യമായൊരു മാറ്റം വരാത്തതിന് കാരണം ചില മണിക്കൂറുകൾക്ക് മുമ്പ് അവന്റെ മേൽ നിന്ന് സാന്നിധ്യം പോയി. അവൻ സാന്നിധ്യം വഹിക്കുന്നവനായിരുന്നു. ദൈവമക്കളെ, അതുകൊണ്ട് വചനം കേൾക്കുന്ന, ദൈവവചനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയോടെ ആ സാന്നിധ്യത്തിൽ ഇരുന്നാൽ മാത്രമേ കേൾക്കപ്പെടുന്ന ദൈവവചനം നമുക്ക് അനുഗ്രഹമാകത്തുള്ളൂ. സോദരം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ദൂട് നമുക്ക് ഇഷ്ടപ്പെടാം, അല്ലെ? സാന്നിധ്യം ഇല്ലെങ്കിലും ദൂട് നമുക്ക്. അതുകൊണ്ടാണല്ലോ ആദം പേടിച്ചാണെങ്കിലും മറുപടി പറഞ്ഞത്. ആ ശബ്ദം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ശബ്ദം, കർത്താവ് എന്തായാലും ഞാൻ പാപം ചെയ്തിട്ടും കർത്താവ് എന്നോട് സംസാരിച്ചല്ലോ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒരു പക്ഷേ പ്രസംഗം നമുക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോ പോയിന്റൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ ആ വചനം നമ്മുടെ ആത്മശരീരത്തിന്റെ അകത്ത് ദഹിക്കണമെങ്കിൽ എന്തോ വേണം? നല്ല ആഹാരം കഴിച്ചിട്ട് വെള്ളം കുടിക്കാതിരുന്ന് എങ്ങനെ? കഴിച്ച് ആഹാരം നല്ലതാണ്, പക്ഷെ എന്താ കുടിക്കില്ല? ഇത് ഡൈജഷൻ എങ്ങനെ നടക്കും? കുറച്ച് കഴിയുമ്പോൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ആഹാരം ചെന്നും വെള്ളം ചെന്നിട്ടില്ല. അപ്പോ നാം ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന്, ആ സാന്നിധ്യത്തിൽ ഇരുന്ന് മാത്രമേ എന്ത് കേൾക്കാവൂ? അപ്പൊ ഇന്ന് പകൽക്കാലം ആ സാന്നിധ്യത്തിൽ ഇരുന്ന് കർത്താവെ, അവിടുത്തെ സാന്നിധ്യം, ആ പ്രസൻസിൽ ഇരിക്കാൻ കർത്താവെ നമ്മെ സഹായിക്കണം. ഇന്നൊന്നുമല്ല, എപ്പോ നമ്മുടെ വചനത്തിന് മുമ്പിലായിരുന്നാലും ആ സാന്നിധ്യത്തിന്റെ കീഴെ വേണം നമ്മൾ ഇരിക്കാൻ. സ്വതന്ത്രം ഒരു മിനിറ്റ് കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവ് ഇന്ന് ഞാൻ കേൾക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം അവിടുത്തെ സാന്നിധ്യത്തിനകത്ത് ഗ്രഹിക്കാൻ എന്നൊന്ന് സഹായിക്കണമേ. സ്തോത്രം. വചനമാകുന്ന അപ്പം മാത്രമല്ല, ആത്മാവാകുന്ന വെള്ളം
അതാ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദി ഒഴുകും. എന്നിട്ട് താഴെ പറഞ്ഞു, അത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. വചനം ആഹാരമാണെങ്കിൽ പരിശുദ്ധാത്മാവ് വെള്ളമാണ്. ഇത് രണ്ടും ഒന്നിച്ചു വ്യാപരിക്കുമ്പോഴാണ് ശരീരത്തിനകത്ത് ദഹനം നടക്കുന്നത്, ശരീരത്തിനകത്ത് എനർജി ഉണ്ടാകുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച, പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം വചനം ആത്മ സാന്നിധ്യത്തിനകത്ത് ഗ്രഹിക്കാൻ എന്നെ സഹായിക്കണമേ. സ്വതന്ത്രം ഒന്ന് പ്രാർത്ഥിച്ചോ. സാന്നിധ്യം നമ്മുടെ മേലെ നിറങ്ങട്ടെ, നമ്മുടെ അകത്ത് സാന്നിധ്യം വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകണമെങ്കിൽ ആത്മാവ് ഇറങ്ങിയ ഒക്കത്തോടെ ഇന്ന് ആ ഭയങ്കര ഫെലോഷിപ്പിലേക്ക്, ആത്മാവിന്റെ ഫെലോഷിപ്പിലേക്ക് ദൈവം പരിശുദ്ധാത്മാവ് ചത കൊണ്ടുവരാൻ പോകുകയാണ്. യേശുവിനെ അറിയാം, പിതാവിനെ അറിയാം. എന്നാൽ പരിശുദ്ധാത്മാവിനെ അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം അറിയാമോ? അവനുമായിട്ടുള്ള ഫെലോഷിപ്പ് അറിയാമോ? ഇന്ന് പലക്കാലം അത് പ്രാർത്ഥിച്ച കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. പിതാവേ, ആ സാന്നിധ്യത്തിന് വന്നെങ്കിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പൊ സാന്നിധ്യത്തിൽ വചനം ഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ അത് നമ്മുടെ ആത്മശരീരത്തിന് ഗുണകരമാകത്തുള്ളൂ. അങ്ങനെ സാന്നിധ്യത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആ വചനം കേട്ടാൽ അതിനെ ഗുണം എന്താണെന്ന് അറിയാമോ? പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കണമെന്നില്ല, ഒരു സംഭവം പറയാൻ വേണ്ടിയാണ്. യഹൂദ രാജാവും ഇസ്രായേൽ രാജാവും കൂടെ മോവാബ് രാജാവിനെതിരെ യുദ്ധത്തിന് പോകുന്ന ഒരു കഥ എഴുതിയിട്ടുണ്ട്. അവർ പോകുന്നത് ഏതോ മരുഭൂമി വഴിയാണ്. മരുഭൂമിക്ക് വഴി പോകുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളം വീഴുന്നപ്പോൾ ഈ യഹൂദ രാജാവ് ഇസ്രായേൽ രാജാവിനോട് ചോദിച്ചു, നാം ദൈവത്തിന്റെ ആലോചന കേൾക്കേണ്ടതിന് പ്രവാചകന്മാരെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഈ രാജാവ് യഹൂദ രാജാവിനോട് പറയാണ്, ഇവിടെ ഒരാളുണ്ട്, അവൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഏലീശയാണ്. എന്തായിരുന്നു ഏലീശയുടെ അഡ്രസ്? ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ദൈവമക്കളെ. ഈ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിക്കുമ്പോ വല്ലതും പ്രതീക്ഷിച്ചാണോ ചെയ്തേ? അല്ല. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത ആ കാര്യം കുറച്ചു നാൾ കഴിഞ്ഞപ്പം അയാളുടെ അഡ്രസ്സായി മാറി. ദൈവനാമത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളത് ചെയ്യുന്നത്. പക്ഷെ ഓർക്കണം, നാളെയുടെ നാളുകളിൽ അത് നമ്മുടെ തലമുറയുടെ അഡ്രസ്സായി മാറും. ഞാൻ ഈ ഷാർജ വർഷിപ്പ് സെന്ററിൽ ഒരു പ്രാവശ്യം ശുശ്രൂഷിക്കാൻ ചെന്ന സമയത്ത് അവിടെ അന്ന് വർഷിപ്പ് സെന്ററൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു യൗവനക്കാരനെ നോക്കിയിട്ട് അയാൾ നേരെ വിരൽ ചൂണ്ടിയിട്ട് എന്നോട് പറയാം, മാസ്റ്ററെ പിന്നെ ആരാന്നറിയാമോ? ഇവൻ ഇന്നയാളുടെ കൊച്ചുമോൻ. പുള്ളിയുടെ പ്രത്യേക പേരില്ല, ഞാൻ ആ പേര് പറയുന്നില്ല. ഇന്നയാളുടെ കൊച്ചുമോനാണ്. അത് പുള്ളിയുടെ പേരൊന്നുമല്ല, പുള്ളി ചെയ്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ആളുടെ കൊച്ചുമോനാണ് താണ്ടാ പോകുന്ന പയ്യൻ. ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അയാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ മക്കളെ ആരെയും എനിക്ക് അറിയത്തില്ല. ദൈവമക്കൾ ഓർക്കണം, ദൈവനാമത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഒരു കാര്യവും കർത്താവ് കാണാതിരിക്കുകയില്ല. സ്തോത്രം. നാളെയുടെ നാളുകളിൽ അത് നമ്മുടെ തലമുറയുടെ പോലും അഡ്രസ്സായി മാറും. കർത്താവ് ഒന്നും മറക്കുന്നവനല്ല കേട്ടോ. ഒരിക്കൽ കൂടെ പറയാം, കർത്താവ് ഒന്നും മറന്നു കളയുന്നവനല്ല. തന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ ദൈവ അനീതിയുള്ള ദൈവമല്ല. നാളെയുടെ നാളുകളിൽ അക്കാരണത്താൽ നമ്മുടെ തലമുറയെ മാനിച്ചുയർത്താൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ ഒരാള് അടുത്ത രാജാവിനോട് പറഞ്ഞു, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഒരു ഏലീശ ഇവിടെ ഉണ്ട്. രണ്ടുപേരും പോകുന്നു. യഹൂദ രാജാവും ഇസ്രായേൽ രാജാവും കൂടെ സാധുവായിരിക്കുന്ന ഏലീശയുടെ കൂടാരത്തിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവര് താമസിക്കുന്നത് എവിടെ? രാജാക്കന്മാര് താമസിക്കുന്നത് എവിടെ? കൊട്ടാരത്തിലാണ്. ഏലീശ താമസിക്കുന്നത് എവിടെ? കൂടാരത്തിലാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞ്, ഇസ്രായേൽ രാജാക്കന്മാര് താമസിക്കുന്നത് കൊട്ടാരത്തിലാണ്, പ്രവാചകൻ താമസിക്കുന്നത് കൂടാരത്തിലാണ്. പക്ഷേ കൂടാരത്തിനകത്ത് ദൈവശബ്ദം ഉണ്ടെങ്കിൽ, കൂടാരത്തിനകത്ത് അഭിഷേകമുണ്ടെങ്കിൽ, കൂടാരത്തിനകത്ത് പാട്ടുണ്ടെങ്കിൽ, സങ്കീർത്തനക്കാരിങ്ങനെ പാടി, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. വീട് ചെറുതോ വലുതോ എങ്ങനെയും ആയിക്കോട്ടെ, വൃത്തിയുള്ളതോ ഇല്ലാത്തതോ ആയിക്കോട്ടെ, പക്ഷെ അതിനകത്ത് ജയഘോഷം ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത നന്മകൾ, പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ വീടിനകത്തേക്ക് വന്ന് കയറി വന്ന്
ഇന്ന് പകരക്കാലം ആത്മാവ് ദൂത് പറയുകയാണ്. അപ്പോൾ തന്നെ ആത്മാവിന്റെ പ്രവചന ശബ്ദം ഞാൻ വിളിച്ചു പറയുകയാണ്. ചില നന്മകൾ ദൈവം അനുവദിച്ചതാണ്, പക്ഷെ അത് വീടിന്റെ അകത്തോട്ട് കയറാതെ വണ്ണം എന്റെ വീടിന്റെ ഡോറിനെ അടച്ച് ബന്ധിച്ചിരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെ വിട്ടുമാറി പോകുന്നത്. ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. രണ്ട് രാജാക്കന്മാരും എലീശ താമസിക്കുന്ന കൂടാരത്തിന്റെ അകത്തേക്ക് കയറി കാര്യം അവതരിപ്പിച്ചു. പാസ്റ്ററെ, പ്രാർത്ഥിക്കണം, വെള്ളമില്ല, ദൂത് വേണം. എലീശ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ ഒരു വീണക്കാരനെ കൊണ്ടുവരണം. ആരെ കൊണ്ടുവരണം? പ്രവാചകന്റെ ദൂത് പറയാൻ എന്തിനാ വീണക്കാരൻ? പാസ്റ്റർ പ്രാർത്ഥിക്കാൻ എന്തിനാ വീണക്കാരൻ? ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുവാണ്, പാസ്റ്റർ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറയുക, നിങ്ങൾ പോയിട്ടൊരു കീബോർഡിസ്റ്റിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് എങ്ങനെ? കീബോർഡിസ്റ്റ് വന്നാൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി? എലീശ പറഞ്ഞ കേട്ടോ, ഒരു വീണക്കാരനെ. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വീണക്കാരന് ഒരു പ്രത്യേകതയുണ്ട്. സ്വതന്ത്രം പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ നമുക്കതറിയാം. പിന്നീട് എപ്പോഴെങ്കിലും ഈ വീണക്കാരനെ കുറിച്ചും ആരാധനയെ കുറിച്ചും സ്തുതിയെ കുറിച്ച് ഒരു സൺഡേ ഞാൻ പ്രസംഗിക്കുന്നുണ്ട് താമസിയാതെ. അപ്പം ഇസ്രായേലിൽ വീണക്കാരന്റെ പ്രത്യേകതയുണ്ട്. ഈ ദാവീദ് വീണ വായിക്കുമ്പം ശൗലിന്റെ ദുരാത്മാവ് പോകുന്നതാണ്. ഇങ്ങനെ പല വീണക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഈ വീണക്കാരൻ എന്തിന്റെ നിഴലാണെന്നറിയാമോ? വീണക്കാരൻ ദൈവത്തെ സ്തുതിക്കുന്നവന്റെ നിഴലാണ്. വീണക്കാരൻ വീണ വായിച്ച ഇസ്രായേലിന്റെ നിയമമുണ്ട്. ഈ നമ്മൾ ഇവിടെ ഒന്ന് കീബോർഡ് ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ വായിക്കുമ്പോൾ കീബോർഡ് വായിക്കുമ്പോൾ ജനമെല്ലാം എന്ത് ചെയ്തോണം? ഇപ്പോൾ ആരാധിക്കാൻ കൈ ഉയർത്താൻ ഇതൊന്നും പരിപാടി എവിടെ ഇല്ല. പിന്നെ ഉണ്ട് എപ്പോഴാണെന്നറിയാമോ? യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ. വർഷിപ്പ് ലീഡർ എന്ന് പറയുമ്പോൾ ജനമെല്ലാം ചേർന്ന് പറയും. അല്ലാതെ ഉള്ള സമയത്ത് വീണക്കാരൻ വീണ വായിച്ചു തുടങ്ങുമ്പം ജനമെല്ലാം യഹോവയ്ക്ക് സ്ഥാപിടാൻ തുടങ്ങും. ഇസ്രായേൽ രാജാവിനോട്, യഹൂദ രാജാവിനോട് എലീശ പറഞ്ഞത് കേട്ടോ, വീണക്കാരനെ കൊണ്ടുവരും. താഴത്തെ വാക്യം ഇങ്ങനെയാണ്, വീണക്കാരൻ വീണ വായിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദനേ, നീ സ്തുതിക്കേണ്ട വണ്ണം സ്തുതിച്ചാൽ, ആരാധിക്കേണ്ട വണ്ണം ആരാധിച്ചാൽ, കൈയടിക്കേണ്ട വണ്ണം നീ കൈയടിച്ചാൽ അതിനകത്ത് വ്യാപരിച്ചിറങ്ങുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. വീണക്കാരൻ വീണ വായിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് അവിടെ ഇറങ്ങി വന്നു. എലീശ ആത്മസാന്നിധ്യത്തിന്റെ നിറവിൽ നിന്ന് ഒരൊറ്റ ദൂത്, നിങ്ങൾ കാറ്റു കാണുകയില്ല, നിങ്ങൾ മഴ കാണുകയില്ല, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുകയും ഈ താഴ്വര മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. ഒരു വീട്ടിൽ ഒരു വീണക്കാരൻ ഉണ്ടെങ്കിൽ, അത് ഞാൻ ഇങ്ങനെ പറയാ, ഒരു വീട്ടിൽ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഒരു വീണക്കാരൻ ഉണ്ടെങ്കിൽ, അവന്റെ വീടിന്റെ അകത്ത് കാലിയായി പോയ കുഴികളെ നന്മ കൊണ്ട് നിറക്കുവാൻ, അഭിഷേകം കൊണ്ട് നിറക്കുവാൻ യേശുവിന്റെ നാമം ദൈവങ്ങളെ ആത്മസാന്നിധ്യം വഹിക്കുന്നവരായി നമുക്ക് മാറാം. ആത്മസാന്നിധ്യം ഈ 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങി പോകരുത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, ബിസിനസ്സിന് പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ഈ ആത്മസാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കണം. സാന്നിധ്യം പോകുന്ന വാക്ക് പറയരുത്. സാന്നിധ്യം ഉണ്ടോ? നിന്റെ വീടിന്റെ അകത്ത് കാലും കുഴി നിറയാൻ പോവുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ മാസത്തിന്റെ അവസാന സെക്ഷനിൽ ഒരു പ്രവചന ശബ്ദം വിളിച്ചു പറയുകയാണ്. അത് കാലും കുഴി നിറയണമെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, വീണക്കാരൻ ആത്മാവായിട്ട് കണക്ട് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ വീണക്കാരൻ വീണ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ദൂതുണ്ട്. അത് സന്ധ്യയായപ്പോൾ ഏതോ വഴിയായി വെള്ളം വരുന്നത് കണ്ടു. ആരാധിക്കുന്ന ദൈവമൈതലേ, വിടുതൽ വരുന്നത് നീ കാണാൻ പോകുകയാ. സ്തുതിക്കുന്ന ദൈവമൈതലേ, നന്മ വരുന്നത് നീ കാണാൻ പോകുകയാ. പരിശുദ്ധന്മാവേ, നിങ്ങളിലേക്ക് ഇറങ്ങണമേ. സാന്നിധ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മസാന്നിധ്യം അത് വ്യാപരിക്കട്ടെ.
ഇതുവരെ പ്രാർത്ഥനയോടെ ദൈവം ഇരിക്കണം കേട്ടോ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതിനൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. ഇത് പിതാവാന്റെ ഫെലോഷിപ്പ് പോലെയല്ല, അത് അകത്ത് നടക്കുന്നതാ. ക്രിസ്തുമാരുടെ ഫെലോഷിപ്പ് പോലെയല്ല, അതും അകത്ത് നടക്കുന്നതാ. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിന് നമ്മുടെ ദേഹി ആത്മാവിന് അതിനൊരു പങ്കുണ്ട്. ഹല്ലേലൂയ. ഇതിനൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. ഇന്ന് പകൽക്കാലയുടെ മേലേക്ക് ആ ഫെലോഷിപ്പ് ഒന്ന് വ്യാപരിക്കണം, ആ ശക്തി ഒന്ന് വ്യാപരിക്കണം. ഇന്ന് പകലിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് അതിനു വേണ്ടിയാണ്. പൊന്നത്ത് സഹോദരങ്ങളെ, ദൈവമക്കളെ, ആത്മാ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതത്തെ നിലച്ചിരിക്കാത്ത വഴികൾ തുറക്കും. അത് ഭൗതികം മാത്രമല്ല, ആത്മീയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. സ്തോത്രം. നിങ്ങളുടെ സ്തോത്രം പറയുമ്പോൾ അതിനകത്ത് ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വീടിനകത്ത് രാവിലെ എഴുന്നേറ്റ് 10 ഹല്ലേലൂയ പറയുമ്പോൾ ആ ഹല്ലേലൂയക്ക് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ആമേൻ. സ്തോത്രം. അപ്പോ ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന ഈ വാക്ക് ബൈബിളിൽ ഈ ഒരു സ്ഥലത്തല്ലാതെ വേറെ ഒരു സ്ഥലത്തുമില്ല. ഈ ആശയങ്ങൾ വരുന്ന വാക്യങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന വാക്ക് വരുന്ന ഈ വാക്യം ബൈബിളിൽ ഈ 2 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് മാത്രമേ ഉള്ളൂ. അത് ആ കൊരിന്ത്യ സഭയോട് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ആത്മാവിന്റെ കൂട്ടായ്മ വെളിപ്പെട്ടാൽ ദൈവഹിതമല്ലാത്ത സകല കൂട്ടായ്മയും കൂടി. ആമേൻ. വായിച്ചോ. 2 കൊരിന്ത്യർ ലേഖനം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. 2 Corinthians 6:14. വിശ്വാസികളോട് ഇടയില്ലാതെ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. അതിനകത്ത് ചെറിയ വേറൊരു കൂട്ടായ്മ വന്നു. സ്വതന്ത്രം പൗലോസ് വിചാരിച്ചപ്പം ഈ കൂട്ടായ്മ പൊളിക്കാൻ വേറെ ഒരു വഴിയില്ല, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കൂട്ടായ്മ പൊളിയണമെങ്കിൽ ഏത് കൂട്ടായ്മ വരണം? അതുകൊണ്ട് പൗലോസ് ലേഖനം എഴുതി അവസാനിക്കുന്നതിന് മുമ്പ് തൊട്ട് മുന്നേ പറയുകയാണ്, ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, ആത്മാവിന്റെ കൂട്ടായ്മ വന്നാൽ വേറെ ഒരു ഫെലോഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കത്തില്ല, നമ്മുടെ വീട്ടിൽ നിൽക്കത്തില്ല, വേറെ ഒരു സ്വാധീനവും വീട്ടിൽ നിൽക്കത്തില്ല. ഇന്ന് പകരം ദൂതൻ ഏറ്റെടുക്കണം യേശുവിന്റെ നാമത്തിൽ. പൗലോസ് ഒരുപാട് കാര്യങ്ങൾ ഈ ഇരുട്ടുമായിട്ടുള്ള കൂട്ടായ്മയെ ബ്രേക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. പൗലോസിന്റെ കാര്യം മനസ്സിലായി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ. വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. ആരെ പറയുന്നുണ്ട്? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു. അവസാനം പൗലോസിന്റെ കാര്യം മനസ്സിലായി. ചില ഫെലോഷിപ്പ് പൊളിയണമെങ്കിൽ വേറെ ഒരു ഫെലോഷിപ്പ് വരണം. ദൈവഹിതമല്ലാത്ത ഫെലോഷിപ്പ് പൊളിയണമെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ഫെലോഷിപ്പ് വരണം. പരിശുദ്ധാത്മാവായിട്ട് കൂട്ടായ്മയുള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് ഒരു നെഗറ്റീവ് സ്പിരിറ്റിനും സ്ഥാനമില്ല. യേശുവിന്റെ നാമത്തിൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പരിശുദ്ധാത്മാവായിട്ടുള്ള ഫെലോഷിപ്പ്, ദൈവഹിതമല്ലാത്ത ചില ഫെലോഷിപ്പുകളെ, ചില സ്വാധീനങ്ങളെ, ചില അധിനിവേശങ്ങളെ ഇന്ന് നമ്മളെ കാലം പൊളിച്ചു കളയാ. രോഗത്തിന്റെ ഫെലോഷിപ്പ്, കടഭാരത്തിന്റെ ഫെലോഷിപ്പ്, തകർച്ചയുടെ ഫെലോഷിപ്പ്, പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം പകർന്നു മാറട്ടെ. ചില പ്രതിസന്ധികളുണ്ടല്ലോ, എത്ര നമ്മൾ വിടാൻ ശ്രമിച്ചാൽ ഇത് പോവുകയല്ല. കാര്യം ഇതിൽ ഫെലോഷിപ്പായിട്ട് നമ്മുടെ വീട്ടിൽ കിടക്കുക. അതെ, പ്രതിസന്ധി എത്ര പ്രാർത്ഥിച്ചാലും പോവുകയല്ല. ഈ ഉരുളുപൊട്ടി മലവെള്ളം വന്ന സമയത്തെ തേങ്ങ തോട്ടുകൊണ്ട് പിടിക്കാൻ വന്ന ഒരാളെ കഥ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഉള്ളി കരയിൽ നിന്ന് തേങ്ങ വറുക്കുക. ഏതാ? ഓസിന് തേങ്ങ 1, 2, 3 ഒരു 10 രൂപ തേങ്ങ പുള്ളി വലിച്ചെടുത്തിട്ട് ദൂരത്തോട്ട് നോക്കുമ്പോ ഒരു കറുത്ത ചാക്ക് കെട്ടി ഇങ്ങനെ ഒഴി. പുള്ളി മനസ്സിലായി അതിനകത്ത് എന്തോ കനമായ സാധനം ഉണ്ട്. പുള്ളി കരയിൽ നിന്നിട്ട് ഈ തോട്ടിയെടുത്ത് ആ കൊളുത്തി ഒറ്റ വലി വരുന്നില്ല. പുള്ളിക്ക് മനസ്സിലായി വെയിറ്റ് ഉണ്ട്, കനമേറി എന്തോ അതിനകത്തുണ്ട്. പുള്ളി ഒട്ടും മടിച്ചില്ല. പുള്ളി തോട്ടി അങ്ങോട്ടും മാറ്റി ചാടാനുള്ള ഒരു ശ്രമം നടത്തുവാണ്. ചുറ്റും എന്നവർ പറഞ്ഞു, മോനെ ചാടരുത്, ഭയങ്കര കൂത്തൊഴുക്കാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ്. പുള്ളി പറഞ്ഞു, വേണ്ടടാ, ജീവൻ പോയാലും വേണ്ടല്ലേ, എന്തോ ഒരു സാധനം കട്ടിയായ സാധനമുണ്ട്. പുള്ളി അങ്ങോട്ട് ചെന്ന് നീന്തി അങ്ങോട്ട് ചെന്ന് ഈ ഒഴുക്കിനെല്ലാം അതിജീവിച്ച് ഈ കറുത്ത കെട്ടിനകത്ത് പുള്ളി പിടിച്ച് പുള്ളി തിരിച്ച് നീന്താൻ തുടങ്ങുമ്പോൾ തിരിച്ച് നീന്താൻ പറ്റുന്നില്ല. ഇതിൽ ഭയങ്കര വെയിറ്റ് ആണ്. പുള്ളിയെ കൊണ്ട് ഈ വെള്ളവും ഈ കെട്ട് സഹിതം വെള്ളം പുള്ളിയെ കൊണ്ട് അങ്ങ് പോവുകയാണ്. ഇങ്ങനെ വെള്ളം പോയി ഒരു വലിയ കുത്തൊഴുക്കുണ്ട്. മേടിക്കണ വന്നിട്ട് താഴത്തോട്ട് ചാടാൻ പോവാ.
ഇങ്ങനെ ഒടി വരുമ്പോ കരയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എടാ മോനെ, നീ ആ ചാക്ക് അങ്ങോട്ട് വിട്, എന്നിട്ട് തിരിച്ച ഇനിയുണ്ട്. വീണ്ടും വിളിച്ചു പറഞ്ഞു, മോനെ എടാ ആ ചാക്ക് വിടടാ, പോട്ടെ, വേണ്ട, എന്തു ആയിക്കോട്ടെ, പോട്ടെ, അത് പോട്ടെ, നീ തിരിച്ചു കയറുക. അപ്പൊ ഈ പുള്ളി പറയുക, എന്റെ പൊന്നച്ചായ, ഈ ചാക്കിന് ഞാൻ എപ്പോഴേ വിട്ടു, പക്ഷെ ഈ ചാക്ക് എന്നെ അതേ ഉള്ളിൽ കരടി ഒഴുകി വന്നതാ. വെള്ളത്തിൽ കറുത്ത് പുള്ളി വിചാരിച്ച എന്തോ കട്ടിയുള്ള സാധനമാണ്. കരടി വെള്ളത്തിനകത്ത് ചുരുണ്ടി കരടി വെള്ളത്തിനകത്ത് ഒഴുകി വരുന്നുണ്ടോ, ഇങ്ങനെ പോലെ പോലെ കിടക്കും കറുത്തിരുണ്ട്. പുള്ളി ഈ ചാക്കനെ കയറി പിടിച്ചപ്പോ കരടിയല്ലേ, കരടി കയറി പുള്ളി അങ്ങോട്ട് പിടിച്ച് പുള്ളി പറയുക, അച്ചായോ, ഇതിനെ ഞാൻ എപ്പോഴേ വിട്ടതാണ്, പക്ഷെ ഈ പുള്ളി എന്നെ വിടുന്നില്ല. ഇതുപോലെയാണ് ചില കരടി സമാനമായ ഫെലോഷിപ്പുകൾ. നമ്മൾ വിട്ടിട്ടും നമ്മളെ വിടാതെ പിന്നാലെ വരുന്ന യേശുവിന്റെ നാമത്തിൽ അതെന്തു ആയിക്കൊള്ളട്ടെ, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും, കർത്താവെ വിടുതൽ വേണമെന്ന് പറഞ്ഞിട്ടും, നമ്മുടെ ശരീരത്തോട് നമ്മുടെ കുടുംബത്തോട് ഒട്ടിക്കിടക്കുന്ന കരടി സമാനമായ ചില സ്വാധീനങ്ങൾ, ചില അധിനിവേശങ്ങൾ, ചില കൂട്ടായ്മകൾ പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം തകർന്നു മാറുകയാണ്. ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കടുങ്കട്ട കുരു കഴിയുന്നത് പോലെ ചില കുരുക്കുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അഴിയത്തില്ലെന്ന് പറഞ്ഞാലും, ഒരിക്കലും വിടുതലില്ലെന്ന് പറഞ്ഞാലും, എന്റെ കർത്താവ് പരിശുദ്ധാത്മാവിന് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ ഒന്ന് ചേർന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ. ആമേൻ. അപ്പൊ ഇരുട്ടുമായിട്ടുള്ള ഈ ഫെലോഷിപ്പ് തകർക്കാൻ ഒരൊറ്റ ഫെലോഷിപ്പ് വെളിപ്പെട്ടാൽ മതി. ഏതാ? പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പ്. ചില ദൈവങ്ങളെ ഈ പരിശുദ്ധാത്മാവായിട്ട് ആ ഫെലോഷിപ്പിലോട്ട് വരാതെ ചില നെഗറ്റീവ് ഫെലോഷിപ്പുകൾ പൊളിയത്തില്ല. അടുത്തൊരു കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ബന്ധിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ബന്ധനം അവിടെ നിൽക്കത്തില്ല. വായിച്ചു ആക്ട്സ് ചാപ്റ്റർ 20, അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായം അതിന്റെ 22-23 വാക്യം. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായം 22-23 വാക്യം. ഇപ്പോൾ ഇതാ ഒന്നാമത്തെ ബന്ധനം. ഇപ്പോൾ ഞാൻ ആത്മാവിൽ, ഏതാത്മാവ്? ദുരാത്മാവാണ്? അല്ല, പരിശുദ്ധാത്മാവിനാൽ ബൈൻഡ് ചെയ്യപ്പെട്ടവനായി എങ്ങോട്ട് പോകുന്നു? അടുത്ത ബന്ധനം. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ. രണ്ട് ബന്ധനം നിങ്ങൾ ശ്രദ്ധിച്ചോ. 22-ാമത്തെ വാക്യത്തിനകത്ത് ഒരു ബന്ധനമുണ്ട്, അത് ആത്മാവിന്റെ ബന്ധനമാണ്. 23-ാമത്തെ വാക്യത്തിനകത്ത് വേറൊരു ബന്ധനമാണ് ഉണ്ട്, അത് ലോകത്തിന്റെ ബന്ധനമാണ്. ഞാൻ കാര്യം പറയാം, ആത്മാവിന്റെ ബന്ധനം ഉള്ളവന്റെ മേൽ വേറെ ഒരു ബന്ധനം നിൽക്കുകയല്ല. അത് ലോകത്തിന്റെ ബന്ധനമായിക്കൊള്ളട്ടെ, ശാപത്തിന്റെ കെട്ടായിക്കൊള്ളട്ടെ, ഓരോ കെട്ടും നിൽക്കത്തില്ല. നമുക്കറിയാം, അല്ലെ പൗലോസ് പറയുന്ന കേട്ടോ, ഞാൻ ആത്മാവിനാൽ. എല്ലാ ബന്ധനവും പൊട്ടിയാലും ആ ബന്ധനം പൊട്ടിക്കരുത്. ആ ബന്ധനം ഇരിക്കട്ടെ, അതൊരു നല്ല ബന്ധനമാണ്. ബന്ധനത്തിൽ നല്ല ബന്ധനമുണ്ട്. അതെ, നിങ്ങൾ കേട്ടോ, ഏതാ നല്ല ബന്ധനം? ഒരു ബന്ധനം ഉണ്ടല്ലോ, ബന്ധനം ശരിയാ, നമുക്കൊരു ബന്ധനമുണ്ട്. ഏതാ ബന്ധനം? പരിശുദ്ധാത്മാവിന്റെ ബന്ധനം. അപ്പം പരിശുദ്ധാത്മാവിന്റെ ബന്ധനം ഉള്ളവരുടെ മേൽ വേറെ ഒരു ബന്ധനവും അവിടെ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഏതെങ്കിലും ഒരു ബന്ധനം, ഏതെങ്കിലും ഒരു കഷ്ടത പൗലോസിനെ തകർത്തോ? ഇല്ല. എന്താ കാര്യം? വേറൊരു ബന്ധനത്തിന്റെ കീഴിലാണ്. അത് ഏതെങ്കിലും ഒരു ബന്ധനം ഉണ്ടാകും. ഒന്നെങ്കിൽ ദൈവത്തിന്റെ ബന്ധനം, അല്ലെങ്കിൽ പിശാചിന്റെ ബന്ധനം, ഏതെങ്കിലും ഒരു ബന്ധനം ഉണ്ടാകും. ഇന്ന് പകലിൽ എല്ലാ ബന്ധനവും പൊട്ടാൻ ഒരൊറ്റ ബന്ധനം, അത് പരിശുദ്ധാത്മാവിന്റെ ബന്ധനമാണ്. പരിശുദ്ധാത്മാവിനാൽ വിലക്കപ്പെട്ടവനായി, പരിശുദ്ധാത്മാവിനാൽ ചുറ്റപ്പെട്ടവനായി എന്നൊക്കെ അതിനർത്ഥം. ആ വേർഡ് എനിക്ക് ഇഷ്ടമാണ്. പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എന്ന് ചേർന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഭൂമി ആഴം ശൂന്യവുമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ ആദ്യം നമ്മൾ കാണുന്നത് സൂക്ഷിക്കുന്ന ശക്തിയായിട്ടാണ്. ഏതാ? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ. അവിടെ കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡിന്റെ
അർത്ഥം എന്താണെന്നറിയാമോ? ഈ അമ്മച്ചിമാര് പണ്ട്, ഇപ്പോൾ അത് അറിയില്ല, ഈ മുട്ട കോഴിയുടെ അടിയിലോട്ട്, പൊടിഞ്ഞിരിക്കുന്ന കോഴിയുടെ അടിയിലോട്ട് വെക്കുമല്ലോ. 21 ദിവസം കഴിയുമ്പോൾ ഈ മുട്ട അതിനകത്തുനിന്ന് ജീവൻ പ്രാപിച്ച കോഴിയായി വരും. ഇതുപോലെ പൊരുന്നിരുന്നു. പരിശുദ്ധാത്മാവ് എങ്ങനെ ഇരുന്നു? തള്ളക്കോഴി മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്നത് പോലെ വരും. ആ പൊരുന്നിരുന്നു. അതിന്റെ റിസൾട്ട് എന്താണ്? കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ജീവനുള്ളത് വൃക്ഷങ്ങൾ വളരാൻ തുടങ്ങി, നദിയിൽ മത്സ്യങ്ങൾ ചലിക്കാൻ തുടങ്ങി, ആകാശത്ത് പറവകൾ പറക്കാൻ തുടങ്ങി. ദൈവങ്ങളെ, പരിശുദ്ധാത്മാവിനെ ആദ്യം നമ്മൾ കാണുന്നത് പൊരുന്നിരിക്കുന്ന, സൂക്ഷിക്കുന്ന ആത്മാവായിട്ടാണ്. അത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. എഫെസ്യ ലേഖനം 1:14 ഇങ്ങനെ വായിക്കുന്നത്, അവൻ തന്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവിനാൽ ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞാൻ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവനാണ്. അപ്പൊ ഒന്നിൽ ആത്മാവ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് രക്ഷിക്കപ്പെട്ട നമ്മുടെ പേര് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നു? തന്റെ ആത്മാവിനാൽ മുദ്രയിട്ടു. പരിശുദ്ധാത്മാവ് ആഴത്തിന് മീതെ ഇരുണ്ടായിരുന്നിട്ടും വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു, അതിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഹീബ്രുവിൽ അർത്ഥം ചലിച്ചുകൊണ്ടിരുന്ന. ഹീബ്രുവിലൊക്കെ ഞാൻ എല്ലാം ഒഴിവാക്കാൻ സമയമില്ല. പരിവർത്തിച്ചുകൊണ്ടിരുന്നു, ചലിച്ചുകൊണ്ടിരുന്നു. ചലിക്കാത്ത ഏത് മേഖലയ്ക്ക് മുകളിൽ കയറി ചലിക്കാൻ കഴിയുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇന്ന് മകൾക്കാണ് ധൂളിനെ വിളിച്ചു പറയുന്നു, ഫ്രീസായി പോയ മണ്ഡലങ്ങൾ, ചലിക്കാത്ത മണ്ഡലങ്ങളിൽ ആത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പ് ഈ സീസണിൽ ചലനം സൃഷ്ടിക്കാൻ പോലെയാണെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുക. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവിനെ കാണുന്നത് സൃഷ്ടിപ്പിലാണ്. എവിടെ കാണുന്നത്? സൃഷ്ടിപ്പിലാണ്. യോബിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 4-ാമത് വാക്യം വായിച്ചേ. ഒരാൾ സങ്കീർത്തനം 104:30. ആദ്യം ജോബ് 33:4. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവാത്മാവിന് എന്തിനുള്ള ശക്തിയുണ്ട്? വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സൃഷ്ടിക്കാൻ ആർക്ക് പറ്റും? എന്താ വായിച്ചത്? ദൈവത്തിന്റെ ആത്മാവ്. ഇനി 104:30 കൂടെ ഒന്ന് വായിച്ചേ. 104:30 സാംസ്. വായിച്ചോ. അതന്നെ, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ മലയാളത്തിൽ ശ്വാസം വന്ന ഹീബ്രുവില് ആ പേര് ഞാൻ വേണമെങ്കിൽ പറയാം. ഹീബ്രുവിൽ വേണം, നമുക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് പറയാം. റൂഹ. എന്തുവാ റൂഹ? റൂഹ, റൂഹ ആരാണ്? പരിശുദ്ധ റൂഹ എന്ന് കേട്ടില്ലേ? ഹീബ്രു വേണമെങ്കിൽ റൂഹ. അപ്പം സങ്കീർത്തനം 104:30 വായിച്ച്, നിന്റെ റൂഹയെ അയക്കുമ്പോൾ. അപ്പൊ റൂഹയ്ക്ക്, പരിശുദ്ധാത്മാവിന് എന്തിനുള്ള ശക്തിയുണ്ട് എന്ന് ചേർന്ന് പറഞ്ഞേ? സൃഷ്ടിക്കാൻ. നിങ്ങൾ വിശ്വസിക്കുന്നോ ദൈവങ്ങളെ? നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അത് മാത്രമേ നമുക്ക്. വിടുതലിരിക്കുന്നത് പാസ്റ്ററുടെ പോക്കറ്റിലല്ല, വിടുതലിരിക്കുന്നത് നിങ്ങളുടെ നാവിനകത്ത്. നമ്മൾ എന്തു പറയുന്നോ അത് മാത്രമേ നടക്കൂ. എന്തു പറയുന്നോ അത് മാത്രമേ നടക്കൂ. എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അകത്തെ വിശ്വാസമാണ്. അകത്തെ വിശ്വാസത്തിനനുസരിച്ച് വാചലിപ്പിക്കണം. ഈ ആഴ്ചയിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി സൃഷ്ടിക്കാൻ എന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഭൗതികമോ ആത്മീയമോ എന്തുമായിട്ട് ഡ്രൈ ആയി കിടക്കുന്ന നമ്മുടെ പ്രാർത്ഥനയിൽ 1.5 മണിക്കൂർ പ്രാർത്ഥനക്കാരനായി എന്നെ പുതു മനുഷ്യനായി സൃഷ്ടിച്ചെടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അവസരങ്ങളെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവസരങ്ങൾ. പരിശുദ്ധാത്മാവ് ഇന്ന് പകരം വേണം എന്നോട് പറയുന്നു, അവസരങ്ങൾ, അവസരങ്ങൾ. കൂടാമാനങ്ങൾ ആരോടാണെന്ന് എനിക്കറിയത്തില്ല. ചില ചാൻസസ് നിനക്കുണ്ടാകാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നല്ല അവസരമാണിത്. യെസ്. പല അവസരങ്ങൾ കണ്ണിന് മുമ്പിൽ വന്നിട്ടും അതൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ. യെസ്. പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങൾ പറയുന്നു, പല അവസരങ്ങൾ മുമ്പിൽ വന്നിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിനകത്ത് പരാജയപ്പെട്ടു പോയി. ഇന്ന് പകലാത്മാവ് പറയുന്നു, വരുന്ന 2 ആഴ്ചക്കകത്ത് ആത്മാവ് ചില അവസരങ്ങൾ നിനക്ക് സൃഷ്ടിക്കാൻ പോവുകയാണ്. അത് ഫലപ്രദമായി യൂസ് ചെയ്യത്തക്ക നിലയിൽ ആത്മാവ് ചില അവസരങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. റൂഹയ്ക്ക് സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്, ആത്മാവിന് സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്.
ഞാൻ പറയുമ്പോൾ ഈ ദൂത് പറയാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു വാക്യം ബൈബിളിലുണ്ട്. ആ സംഭവം നമുക്കറിയാം. എങ്കിലും വാക്യം വേണമെങ്കിൽ വായിച്ചോ. എസെക്കിയേലിന്റെ പ്രവചനം chapter 37 verse 9 and 10. എസെക്കിയേലിന്റെ പ്രവചനം 37-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചേ. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, ഇരിക്കുന്നത് നീ റൂഹായോട് പ്രവചിക്കണം. സ്വതന്ത്രം നീ കാറ്റിനോട് പ്രവചിച്ച് മനുഷ്യപുത്ര പറയേണ്ടത് റൂഹായേ നീ നാല് ദിക്കിൽ നിന്ന് വായിച്ചോ ജീവിക്കേണ്ടതിന് അടുത്തത് അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ റൂഹായുമായിട്ട് ഫെലോഷിപ്പുണ്ടോ? 4 ദിക്കിൽ നിന്ന് പ്രതിസന്ധി അല്ല വരാൻ പോകുന്നത്. 4 ദിക്കിൽ നിന്ന് റൂഹയുടെ സൃഷ്ടിക്കുന്ന ശക്തി വരപ്പെടാൻ പോകുകയാണ്. ചിലർ പറയുന്ന 4 സൈഡിലും പ്രതിസന്ധിയാണ്, 4 സൈഡിലും വേദനയാണ്. ഇന്ന് പകലിൽ ഈ വാസത്തിനകത്ത് ദൈവം തന്റെ ജനത്തെ ബലപ്പെടുത്തുകയാണ്. 4 സൈഡിൽ നിന്ന് പ്രതിസന്ധി അല്ല വരാൻ പോകുന്നത്. 4 സൈഡിൽ നിന്ന് റൂഹ വീശാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ വ്യവഹാര ശക്തി ഇപ്പോൾ കുടുംബങ്ങളെ വ്യാപരിക്കട്ടെ. അത് അവസരങ്ങളായി ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്ന അവസരങ്ങളായി. ചാൻസസ് എനിക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, എന്നാൽ ഫ്രൂട്ട്ഫുള്ളായി ചില അവസരങ്ങളെ ഉപയോഗിക്കത്തക്ക നിലയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസമേ നീ എന്ത് ചെയ്യണം? അപ്പൊ റൂഹയോട് ഒരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് റൂഹയോട് പറയാം, റൂഹായേ നീ 4 ദിക്കിൽ നിന്ന് എന്റെ മേലൊന്ന് വീശണം. 4 ദിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് താങ്ങാൻ വയ്യാത്ത പ്രതിസന്ധിയാണ്. റൂഹായേ വീശണമേ. അതാണ് പാട്ടുകാരൻ പാടിയത്. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവരാവി. കേട്ടില്ല പാട്ട്? ചേർന്ന് പാടിയേ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി. എന്തിനാ? ഓ ജീവനുള്ള പാട്ടു പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൈവങ്ങളെ ഈ തോട്ടത്തിനകത്തൊന്ന് വീശണം. ആരാ തോട്ടം? നമ്മളാണ് തോട്ടം. പരിശുദ്ധാത്മാവ് ഇന്ന് പകരക്കാലം ദൈവജനത്തോട് തൂത് പറയുന്നു. ഈ സീസണിൽ വീശാൻ പോകുന്നത് പ്രതിസന്ധിയുടെ കാറ്റല്ല, പ്രതിസന്ധിയുടെ കാറ്റല്ല. പ്രതിസന്ധിയുടെ കാറ്റിനോട് യേശു കൽപ്പിക്കാൻ പോകുകയാണ്. കാറ്റേ അടങ്ങ്, കാറ്റേ അടങ്ങ്. പ്രതിസന്ധിയുടെ കാറ്റല്ല, പരിശുദ്ധ റൂഹ വീശാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ചൽപ്പ സമയം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധി അല്ല വീശാൻ പോകുന്നത്, പരിശുദ്ധ റൂഹ. ദൈവങ്ങളെ നമ്മുടെ കൂടെ കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനോട് വീക്ഷിക്കരുത്. എന്നോടുള്ളവങ്ങളെ നമ്മുടെ കൂടെ ഫെലോഷിപ്പിലാകാൻ പരിശുദ്ധാത്മാവ് എഫേസ്യ ലേഖനത്തിൽ വാക്യം എഴുതി. ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞേ. നമ്മളുമായിട്ട് ഫെലോഷിപ്പ് ആഗ്രഹിക്കുന്ന ഹോളി സ്പിരിറ്റിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിച്ചതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയണം. വായിച്ചോ. ഐസയ 36 verse 9. യെശയ്യാ പ്രവചനം 63-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അവരുടെ കഷ്ടതയിലൊക്കെയും രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവനവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും. അടുത്തത്, എന്നാൽ അവർ മത്സരിച്ച്. മതി. എന്തൊക്കെയാ ആത്മാവ് ചെയ്ത്? അവരുടെ കഷ്ടതയിൽ ഒക്കെയും അവൻ കഷ്ടപ്പെട്ടു. അടുത്തത്, രക്ഷിച്ചു. വീണ്ടെടുത്തു. 3 കാര്യം ആത്മാവ് ചെയ്തു. 1 രക്ഷിച്ചു, 2 വീണ്ടെടുത്തു, 3 ഇത്രയും ചെയ്തു. 10 ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ അവർ മത്സരിച്ച്.
പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പരിശുദ്ധാത്മാ എങ്ങനെ ദുഃഖിപ്പിക്കുന്നേ? അതൊരു വലിയ വിഷയമാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആ വിഷയം പറയാം. ഇത് ദുഃഖിപ്പിച്ച കാരണം അറിയാമോ? ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ അകത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. ഇനി ശൗലുമായി ബന്ധപ്പെട്ട് ഒരു വാക്യം പറയുന്നുണ്ട്. 1 ശമൂവേൽ പുസ്തകം 16 വായിച്ചേ. 1 ശമൂവേൽ 16:14. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ്. ശൗലു ആരുമായിട്ട് നല്ല ഫെലോഷിപ്പിലായിരുന്നു? പരിശുദ്ധാത്മാവാണ് ഒന്നുമില്ലാത്തവനെ പോക്കിയെടുത്ത് എവിടെ കൊണ്ടുവന്നത്? രാജാവാക്കിയത്. പക്ഷേ ആത്മാവ് അവനുമായി തുടങ്ങി. യെശയ്യാപ്രവചനം 63:10 വായിക്കുന്നത് അവൻ അവർക്ക് ശത്രുവായിട്ടിരുന്നെന്നാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോ ഇതേ ഫെലോഷിപ്പിൽ നടന്ന പരിശുദ്ധാത്മാവ് ആരായി മാറി? ശത്രുവായി മാറി. ഇപ്പോൾ ഇസ്രായേലിലെ പരിശുദ്ധാത്മാവിന് ഡൈജസ്റ്റ് ആകാതെ വരുന്നു, ശൗലിനെ ഡൈജസ്റ്റ് ആകാതെ വരുന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? ഓൾഡ് ടെസ്റ്റ്മെന്റിലെല്ലാം പരിശുദ്ധാത്മ വരുന്നത് ഒരു വ്യക്തിയുടെ മേൽ ആയിരുന്നു. ആ പേര് പല സ്ഥലത്തും കാണാം. എവിടെ വരുന്നേ? മേൽ. എന്നാല് അങ്ങനെ ശരീരത്തിൽ വരുന്നതുകൊണ്ടാണ് ശിംശോൻ വലിയ മതിലിന്റെ ഒക്കെ ഡോറൊക്കെ ഒറ്റ കൈക്ക് പറിച്ച് തോളെ വെച്ചോണ്ട്, ഇന്നലെ പാസ്റ്റർ പറഞ്ഞല്ലോ, 300 കുറുക്കന്മാരെ പിടിച്ചു. മുട്ടയിടാൻ പിടിക്കുന്ന കോഴിയെ അമ്മച്ച് ഓടിച്ച് പിടിക്കുന്ന പാട് അമ്മക്ക് അറിയാവൂ. അപ്പം ഈ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ ശരീരം ദൈവാത്മാവിന്റെ ശക്തിയാകോട്ട് നിറയും. അതുകൊണ്ടാണ് ഈ ശരീരത്തിനകത്ത് ഭയങ്കര പവർ വ്യാപരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് എന്തുകൊണ്ടത് പറ്റാത്തത്? അതിന് റീസൺ ഉണ്ട്. പഴയ നിയമത്തിലെല്ലാം പരിശുദ്ധാത്മ വരുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിലായിരുന്നു. ഇവിടായിരുന്നു വരുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റം നടക്കുമ്പോഴാണ് യെഹെസ്കേൽ ഒരിക്കൽ പ്രവചനം നടത്തി. ആ പ്രവചനത്തിന്റെ നിവർത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 2:1 വ്യാപരിക്കുന്നത്. വായിച്ചോ, യെഹെസ്കേൽ പ്രവചനം 36:26 വായിച്ചോ. യെഹെസ്കേൽ പ്രവചനം chapter 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കണ്ടോ, പഴയ നിയമത്തിലെല്ലാം ആത്മ വരുന്നവിടെ ഒരു വ്യക്തിയുടെ ശരീരത്തിലായിരുന്നു. എന്നാൽ ആ ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോഴാണ് യെഹെസ്കേലിന്റെ പ്രവചനം. എന്താ പ്രവചനം? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അടുത്തത് പുതിയൊരാത്മാവിനെ നിങ്ങളുടെ മേലല്ല പിന്നെ എവിടാ? ഉള്ളിൽ. കാരണം മേലിൽ വരുന്ന ഉള്ളി തിരിച്ചു പോകും, അകത്ത് വരുന്ന ഉള്ളി തിരിച്ചു പോകുകയല്ല. നമ്മുടെ വീട്ടിലേക്ക് സഹായം ചോദിച്ച ആൾക്കാർ വരും. അവര് വന്നിട്ടങ്ങ് പോകപ്പെട്ട ഉദ്ദേശത്തിന് വേണ്ടി വരുന്നതാ. പഴയ നിയമത്തിലെല്ലായിടത്തും ആത്മാവ് വരുന്നത് ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ്. ഒന്നെങ്കിൽ ശത്രുവിനെ പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുക. പഴയ നിയമത്തിൽ എപ്പോഴും പരിശുദ്ധാത്മ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ജയത്തിന് വേണ്ടിയോ ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടിയോ ആണ്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം അതേയല്ല. ദൈവമക്കൾ ശ്രദ്ധിക്കണം, ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു സമൂഹമുള്ളപ്പോഴാണ് യെഹെസ്കേലിന്റെ പ്രവചനം, ഞാൻ ഈ സിസ്റ്റം ഒന്ന് മാറ്റാൻ പോവുകയാണ്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനുണ്ട്, അവർക്കായിട്ടല്ല നമുക്കായിട്ടത്രേ പ്രവാചകന്മാർ പ്രവചിച്ചത്. യെഹെസ്കേൽ പ്രവചിച്ചതിനാണ് പുള്ളിക്ക് അറിയാൻ മേല. എന്നാൽ കൃപയാൽ അദ്ദേഹം പ്രവചിച്ച ദൂതിനകത്ത് ജീവിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. സ്തോത്രം. യെഹെസ്കേൽ എന്താ പ്രവചിച്ചത്? ഇനി മേലല്ല വരാൻ പോകുന്നത്, ഞാൻ സിസ്റ്റം ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഞാൻ പുതിയൊരു ഹൃദയം തരും. അടുത്തത് പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ. സ്വതന്ത്രം. ശിംശോൻ 300 കുറുക്കന്മാരെ പിടിച്ചതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് പിടിക്കാൻ പറ്റാത്തത്? ഒറ്റ ഉത്തരം, ശിംശോന്റെ ശരീരത്തിലാണത് വ്യാപരിച്ചത്. എന്നാൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ശരീരത്തിൽ മാത്രമല്ല, അകത്താണ് വ്യാപരിക്കുന്നത്. അകത്ത് വ്യാപരിക്കുന്ന ശക്തി എവിടെ വ്യാപരിക്കും? അത് പുറത്തേക്ക് വരും. പക്ഷെ ആത്യന്തികമായിട്ട് ഇത് എവിടെ ഇരിക്കുന്നത്? അകത്ത്. അപ്പൊ നമ്മുടെ അകത്തേക്ക് ആര് വരണം? പരിശുദ്ധാത്മാവ് വരണം. അകത്തേക്ക് ഒന്ന് ചേർന്ന് പറഞ്ഞേ, അകത്തേക്ക് നമുക്ക് ആവശ്യം ഒരു സ്പർശനമല്ല. ഇന്നത്തെ ആരാധന ഭയങ്കര വരുന്നു കേട്ടോ. ഇന്ന് കർത്താവ് എന്നെ തൊട്ടു, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് എവിടെ വരണം? ആ ഉള്ളി കർത്താവ് പറഞ്ഞു ഉള്ളിലേക്ക് വരണം എന്ന് വെച്ചാല് നിങ്ങളുടെ ആത്മാവ് താമസിക്കണം. അങ്ങനെ ലോകത്താദ്യമായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആത്മാവ് അങ്ങ് വസിച്ചു. ആരെന്നറിയാമോ? വായിച്ച ജോൺ ചാപ്റ്റർ 14 യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത് വാക്യം വായിച്ചേ. എന്നാൽ ഞാൻ
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അപ്പൊ നിങ്ങൾക്ക് തരും. യെഹെസ്കേൽ പ്രവചിച്ചു നിങ്ങളുടെ ഉള്ളിൽ ആക്കും. യേശു എന്താ പറഞ്ഞത്? എന്നേക്കും ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി അയക്കുകയല്ല, ഞാനീ പറയാൻ ഇനി വരാൻ പോകുന്ന ആത്മാവ് എന്നേക്കും. നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോഴും, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴും, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ആത്മാവ് എവിടെ കാണും? അങ്ങനെ ജീവിത വാർത്ത ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രം ദൈവങ്ങളെ, ഞാനീ പറയുന്നത് സൂപ്പർ നാച്ചുറൽ ലൈഫിനെ കുറിച്ചല്ല, സൂപ്പർ നാച്ചുറൽ ലൈഫിനെ കുറിച്ചല്ല, ഞാനീ പറയുന്നത് നോർമൽ ലൈഫിനെ കുറിച്ചാണ്. അത് പറഞ്ഞേ നോർമൽ എന്ന് ചേർന്ന് പറഞ്ഞേ നോർമൽ ലൈഫ്. അപ്പൊ ശ്രദ്ധിച്ചേ, യേശു എന്താ പറഞ്ഞത്? ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവിനെ. ഇനി അപ്പോസ്തലർ 2:3 വായിച്ച 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കണം കേട്ടോ. അപ്പോസ്തലർ 2:3. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. 2:3 അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അടുത്തത് വന്നുപോയതല്ല, എക്കാത്തസീൻ എന്ന ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്നറിയാമോ? പതിക്കുക അല്ലെങ്കിൽ ആവസിക്കുക. അപ്പൊ യെഹെസ്കേൽ പ്രവചിച്ചു ഞാൻ നിങ്ങളുടെ ഉള്ളിലത്. യേശു പറഞ്ഞു നിങ്ങളുടെ മേൽ എന്നേക്കും ഈ ആത്മാവ് ഉണ്ടാകും. അതിന്റെ യഥാർത്ഥ പിക്ചറാണ് എവിടെ കാണുന്നത്? അപ്പോസ്തല പ്രവൃത്തി. എന്നാൽ അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ ആത്മാവ് ആവസിച്ച ഒരു വ്യക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന് 32-33 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 1:32-33. സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, യോഹന്നാൻ യേശുവിനെ സ്ഥാനപ്പെടുത്തുന്ന വേളയിൽ യോഹന്നാൻ കണ്ട കാഴ്ച പിന്നീട് യോഹന്നാൻ പറയുവാണ്, ചരിത്രത്തിലാദ്യമായി ഈ ആത്മാവ് വസിക്കുന്നത് ഞാൻ കണ്ടു. ആരുടെ മേലെന്നറിയാമോ? ആത്മാവ് ആദ്യം ആവസിച്ചത് ഒരു മനുഷ്യന്റെ മേലല്ല, അത് മനുഷ്യനായ ഭൂമിയിൽ ജനമെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേലാണ്. ഒന്ന് ശ്രദ്ധിക്കണം, ലൂക്കോസ് 3-ാമത്തെ അധ്യായത്തിൽ വായിക്കണ്ട. യേശു സ്ഥാനപ്പെടുന്നു അല്ലെ, സ്ഥാനപ്പെട്ട് യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ആരുടെ മേൽ വന്നു എന്നല്ല, ആവസിച്ചു. എന്നിട്ട് 4-ന്റെ വായിക്കുന്നത് പരിശുദ്ധാത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. എന്തിനാണെന്നറിയാമോ? യേശു പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യസ്ഥൻ വരും, കാര്യസ്ഥൻ വന്ന് അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. എന്ന് പറഞ്ഞേ, വഴി നടത്തും. ലിറ്ററലി അത് അക്ഷരികമായി തന്നെ യേശുവിന്റെ മേൽ സംഭവിച്ചില്ലേ? പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വരുമ്പോൾ അടുത്ത വാക്യം എങ്ങനെയാണ്? ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇതിനെയാണ് അപ്പച്ചന്മാരുടെ ഭാഷയിൽ പറയും. ഇപ്പോഴത്തെ തലമുറക്ക് അത് പരിചയമില്ല, അത്ര പരിചയമില്ല. പഴയ അപ്പച്ചന്മാർ പറയും ഇതാണ് ആത്മാവിന്റെ നടത്തിപ്പ്. സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മ പറയുന്നു അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആത്മാവ് നമ്മളെ ഈ ആഴ്ച നടത്താൻ പോവുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ആത്മാവ് പറയും ഇന്ന സ്ഥലത്ത് പോകണം, ആത്മാവ് പറയും ഇന്ന റൂട്ടിൽ പോകണം, ആത്മാവ് പറയും ഇന്ന കാര്യം ചെയ്യണം. ആത്മാവ് നിന്നെ നടത്താൻ പോവുകയാണ്. ഇത് സ്പർശനം പോരാ, സ്പർശനം പോരാ. ഈ സ്പർശനം കൊണ്ട് എന്താണെന്നറിയാം പ്രശ്നം? അപ്പോൾ ദൈവാത്മാവ് ശിംശോന്റെ മേൽ വന്നു. എങ്ങനെ വന്നു? അത് പലതവണ വന്നിട്ടുണ്ട്. ഈ സ്പർശനം ഉണ്ടാകുമ്പോ പുള്ളി 100 അത് കഴിയുമ്പോഴോ അധികം കൂടെ തെളിയിലെടുത്തു കേട്ടോ. ആരാധിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര പവറായിരിക്കും. ദൈവങ്ങളെ, ഇതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റ് സിസ്റ്റമാണ്. ഏതാ? അപ്പൊ നമ്മൾ വിചാരിക്കും എടാ മേളിൽ ആരാധിച്ച പുള്ളി അന്ന് താഴെ വന്നേ ഒന്നും പഠിക്കണ്ട, ആത്മാവ് തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആത്മാവിന്റെ സ്പർശനം മാത്രമേ, സ്പർശനമല്ല വാസം. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് സിസ്റ്റമാണ്. ദാവീദ് കിരീടം വായിച്ചപ്പോ ശൗലിന്റെ മേൽ നിന്ന് കിരീടം താഴെ വെച്ചാൽ പുള്ളി ബെത്ശബയെടുത്ത് അത് വരെ കഴിയും. ഇതാണ് സ്പർശനം. സ്പർശനം ഉണ്ടായില്ല. പുതിയ നിയമത്തിൽ സ്പർശനമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ആത്മാവിന്റെ തൊടൽ, ആത്മാവിന്റെ സ്പർശനം വേണം. അത് വേണമെന്നില്ല. ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കണം. അകത്ത് 24 മണിക്കൂർ 365 ദിവസവും നമ്മുടെ മേലൊന്ന് വസിക്കണം. വസിച്ചാൽ മാത്രമേ ദൈവ പ്രവർത്തിക്ക് വേണ്ടി നാം ഒരുക്കപ്പെടത്തുള്ളൂ. വസിച്ചാൽ എന്താ ഗുണം? ഒരു കാര്യം പറഞ്ഞ്
നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. റോമാലേഖനം 8:9. റോമാലേഖനം 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും ജഡസ്വഭാവമുള്ളവരല്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു എന്ന് വരികിൽ ആത്മാവിന്റെ വാസം നമ്മളെ ആദ്യം സഹായിക്കുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനാണ്. അത് പറഞ്ഞേ ക്യാരക്ടർ ഫോർമേഷൻ. അത് നടന്നില്ലെങ്കിൽ അതിനകത്ത് പരിശുദ്ധാത്മാവ് വിശ്വസിക്കാൻ പോലും നമുക്ക് പാടാണ്. അപ്പൊ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് തൊട്ടാ പോരാ, ആത്മാവിന്റെ സ്പർശനം മതിയോ? സ്പർശനം വന്നാൽ ഇത് മാറോ? സ്വഭാവം മാറോ? ഇല്ല. പഴയ എണ്ണ പുതിയ കുപ്പിയില്, എണ്ണ പഴയത് തന്നെ ബോട്ടിൽ മാറ്റി ഇപ്പം വിൽക്കുക. ഓർക്കണം, സ്വഭാവത്തിൽ മാറ്റമുണ്ട്. നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഞാൻ എന്റെ കാര്യം പറയുന്നത്. വചനത്തിന് മുമ്പ് നിങ്ങളും ഞങ്ങളൊന്നുമില്ല. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ സ്പർശനം പോരാ, പിന്നെ അപ്പോ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ഈ വാസം ഇല്ലാതെ പോയതാ. ശിംശോന്റെ സ്വഭാവത്തിന് മാറ്റം ഇല്ലാതെ പോയത്. ദാവീദിന്റെ സ്വഭാവം മാറിയോ? ശിംശോന്റെ സ്വഭാവം മാറിയോ? ഇല്ല. കാര്യമായ വ്യത്യാസം ഉണ്ടായില്ല. എന്താ കാര്യം? ആത്മാവ് വന്നിട്ടങ്ങ് പോകും. പക്ഷെ റോമാലേഖനം പറയുന്നത്, ദൈവങ്ങളെ, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. നമ്മുടെ നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ സ്വഭാവത്തിനകത്തും നമ്മുടെ ജീവിത ശൈലിക്കകത്തുമാണ്. ആ വാക്യം ഒന്ന് വായിച്ചാൽ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമല്ല. ദൈവങ്ങളെ, നിർത്തുവാണേ. ഒരാളുടെ പരിശുദ്ധാത്മ വരുന്നു. എങ്ങനെയാണ് ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിന് ആത്മാവ് സഹായിക്കുന്നത്? അതറിയണ്ടേ? വെറുതെ സഹായിക്കുന്നു പറഞ്ഞാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിച്ചേ. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് ഒന്ന് ചേർന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവെന്ന ഒന്നാണ് പറഞ്ഞ്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നുള്ള വേർഡിന് യഥാർത്ഥ വേർഡ് കിടക്കുന്നത് പാരാക്ലിറ്റോസ് എന്ന പേരാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹെൽപ്പർ. എന്തുവാ? ഹെൽപ്പർ. രണ്ടാമത് അർത്ഥമുണ്ട് അഡ്വക്കേറ്റ്. എന്തുവാ? അഡ്വക്കേറ്റ്. മൂന്നാമതൊരു അർത്ഥമുണ്ട്, അത് മലയാളത്തിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. യഥാർത്ഥ അർത്ഥം മലയാളത്തിലാണ് തുണ നിൽക്കുക. എങ്ങനെ? അപ്പം നമ്മുടെ സ്വഭാവത്തിനകത്ത് പരിശുദ്ധാത്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കണേ, ഓരോ നിമിഷവും നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ വിശുദ്ധനായി ജീവിക്കാൻ നീ എന്നെ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു അർത്ഥമാണ് മലയാളത്തിൽ അർത്ഥമല്ല വേർഡിന്. പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ. ഈ തുണ എന്നുള്ള വാക്യം ബൈബിളിലുണ്ട് കേട്ടോ. റോമാലേഖനം വായിക്കട്ടെ, 8-ാമത്തെ അധ്യായത്തിനകത്തുണ്ട്. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ. അപ്പോ പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് പകലിൽ നമ്മുടെ സ്വഭാവത്തിനകത്ത് വരെ വലിയ മാറ്റം ഉണ്ടാകത്തക്ക നിലയിൽ ആത്മാവിന്റെ ഒരു വാസത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവങ്ങളെ, പലപ്പോഴും നമ്മുടെ ശത്രു പിശാചല്ല. നമ്മുടെ വിവാദം പിശാചെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ശത്രു നമ്മുടെ സ്വഭാവം. ഈ സ്വഭാവം ശരിയായിരിക്കും ഉറപ്പാണെന്ന് അറിയാവോ? വായിച്ചോ, 2 പീറ്റർ 2 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചേ. 2 പത്രോസ് 1:2-3 ആണോ? 1 പത്രോസ് വായിച്ചോ. 1 പത്രോസ് 1:2-3. പിതാവായ ദൈവത്തിന്റെ ഒത്തവണ്ണം ആത്മാവിന് വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. 2 പത്രോസ് ലേഖനം 2 പീറ്റർ തന്നെയാണ് 1:3 വായിക്കുന്നത്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നവരോ അടുത്തത് അവയാൽ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ മുഖത്താലുള്ള നാശം വിട്ടൊടിഞ്ഞ് ഡിവൈൻ ക്യാരക്ടർ. നമ്മുടെ ബിഹേവിയർ അല്ല മാറേണ്ടത്, നമ്മുടെ ക്യാരക്ടറാണ് മാറേണ്ടത്.
പരിശുദ്ധ ക്യാരക്ടർ മാറിയില്ലെങ്കിലും നന്നായി നമുക്ക് ബിഹേവ് ചെയ്യാം അല്ലെ. ഇപ്പൊ ഒരാൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അതിന്റെ ക്യാരക്ടറാണോ? അല്ല, ക്യാരക്ടർ അല്ല. പിന്നെ നന്നായി ഞാൻ പെരുമാറുന്നു അല്ലെ, എനിക്ക് നന്നായിട്ട് പെരുമാറാം. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നത്, പൗലോസ് പറയുന്നത്, പരിശുദ്ധാത്മ ഒരു വ്യക്തിയുടെ പേര് വരുമ്പോൾ മാറുന്നത് അവന്റെ പെരുമാറ്റമല്ല, പിന്നെ ഹാർഡ് ഡിസ്ക് തന്നെ മാറുക. എന്നാലേ സിസ്റ്റത്തിനകത്തുനിന്ന് വൈറസ് പോകത്തുള്ളൂ. സ്വതന്ത്രം എന്താ മാറണം? ആ മെമ്മറി, അതിന്റെ സോഴ്സ് തന്നെ മാറിക്കളയണം. ശ്രദ്ധിച്ച്, എന്നിട്ട് ഇവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത് കൊണ്ട് വാഗ്ദത്തം കേട്ടവന് ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ സ്വഭാവം അവന്റെ സ്വഭാവമായിരിക്കണം. ആമേൻ, 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 ആമേൻ. വാഗ്ദത്തം ഉണ്ടോ? ദൈവം തന്ന വാഗ്ദത്തം ഉണ്ടോ? ഏതാണ് വാഗ്ദത്തം? പറയാം. ദൈവം നമുക്ക് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. അത് ഭൗതികമായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, വാഗ്ദത്തം കിട്ടിയവരെ ശ്രദ്ധിച്ചോണം. വാഗ്ദത്തം കിട്ടിയവരുടെ സ്വഭാവം യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി രൂപാന്തരപ്പെട്ടതായിരിക്കണം. എന്താ യഥാർത്ഥ വാഗ്ദത്തം? വായിച്ച് ബൈബിൾ അടച്ചോ. 3-ാമത്തെ അധ്യായം, അതേ 2 പീറ്റർ 3:1 വായിച്ചേ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് 3:1 2 പത്രോസ് 1 പത്രോസ് 3:1 വായിച്ചേ. ഭാര്യമാരെ അല്ല 3-ാമത്തെ സെക്ടർ. അതെ വാക്യം 3:3. 1 പത്രോസ് 3:2 പത്രോസ് 3:3 ഒന്ന് വായിച്ചേ. അവന്റെ അപ്പൊ നിങ്ങൾക്ക് വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട് അല്ലെ. വാഗ്ദത്തം കിട്ടിയ നിങ്ങൾ ആരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം? എന്നോടുണ്ടെന്നുള്ളത് വാഗ്ദത്തം കിട്ടിയവർ ആരുടെ സ്വഭാവത്തിന് കൂട്ടാളിയാകണം? അവന്റെ ദിവ്യ സ്വഭാവത്തിന്. അപ്പൊ ശ്രദ്ധിച്ച്, ഏതാണ് വാഗ്ദത്തം? അവന്റെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തം ഏതാണെന്ന് അറിയാമോ? ഏതേറ്റവും വലിയ വാഗ്ദത്തം? അവന്റെ പ്രത്യക്ഷതയുടെ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം. ഒന്ന് ചേർന്ന് പറ. ഏറ്റവും വലിയ വാഗ്ദത്തം വീടല്ല, ഏറ്റവും വലിയ വാഗ്ദത്തം കാറല്ല, ഏറ്റവും വലിയ വാഗ്ദത്തം പണമല്ല, ഏറ്റവും വലിയ വാഗ്ദത്തം അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തമാണ്. ചുരുക്കി പറഞ്ഞാൽ, അവന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ സ്വഭാവം അവന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി രൂപാന്തരപ്പെട്ടതായിരിക്കണം.